എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വഴുതിനങ്ങ കൊണ്ടുള്ള ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ തൈര് വെച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായി 2 ഉണ്ട വഴുതിനങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ച വഴുതിനങ്ങ വേണമെങ്കിലും എടുത്ത് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം നേരിയതായി മുറിക്കരുത്. ഈ ഒരു വണ്ണത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോവും. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണിത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായി വെള്ളം ചേർത്ത് വേണം നമുക്ക് ഈ മസാല മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിത് മുഴുവനായും തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഈ മുറിച്ച് വെച്ച വഴുതിനങ്ങയിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ വെള്ളത്തിൽ നിന്ന് ഈ വഴുതിനങ്ങ മുഴുവനായും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ മാത്രം മുളക് പൊടി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് നന്നായി കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നന്നായി മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് സമയം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ച് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ നമുക്കിത് ഫ്രൈ ചെയ്യാനായി നിരത്തി വെക്കാം. ഇതൊരു 2 മിനിറ്റ് സമയം ഞാൻ മൂടി വെച്ച് വേവിച്ചതാണ്. പിന്നെ വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലാവണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ നേരത്തെ അതിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ മസാല കുറച്ച് ബാക്കിയുണ്ട് ആ പാത്രത്തിൽ. അതുകൂടി ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി നമുക്കൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ മസാല രണ്ടാമത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പച്ച മസാല ഇതേപോലെ ചേർക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇനി അധികം കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഈ മസാലയും കൂടി ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്ത് വഴുതിനങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 12 ചെറിയ ഉള്ളി 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട ഉണക്കമുളകാണ്. ഞാനിവിടെ ഒരു 3 ഉണക്കമുളകും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. തൈര് ഇത് മിക്സിയിലൊന്നും അടിക്കാൻ പാടില്ല, ഒന്ന് സ്പൂൺ വെച്ച് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് അധികം ഉടയാതെ ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കണ്ട കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈരിന് വേണ്ട ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിലേക്ക് ആ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാം കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മൾ ഊണിന് ഈ ഒരു കറി ഉണ്ടായാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ തേങ്ങ ചേർക്കാതെ പെട്ടെന്നൊരു സൈഡ് ഡിഷ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വഴുതനങ്ങ വെച്ച് എല്ലാവരും ഇതുപോലെ ഒരു വെറൈറ്റി കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.